ഹായ്, നമസ്കാരം. ഓപ്പൺ ഔട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ ചന്ദ്രൻ. അപ്പോൾ കുട്ടികളെ, നമുക്കറിയാം നമ്മൾ പഠിച്ച് നമ്മൾ SS പഠിച്ചുകൊണ്ട് അവസാന സമയങ്ങളിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് എക്സാമിന് വരാവുന്ന പ്രതീക്ഷിക്കുന്ന 20 ചോദ്യങ്ങളുമായിട്ടാണ്. 20 ചോദ്യങ്ങൾ കേട്ടോ. ഈ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്കൊരു ഉന്നത വിജയം സോഷ്യൽ സയൻസിനകത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ നമുക്കറിയാം 7 പ്രധാനപ്പെട്ട ഫോക്കസിങ് ഏരിയയിൽ വരുന്ന 7 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററുകളിലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണേണ്ടത് സാധാരണ സോഷ്യൽ സയൻസിലൊക്കെ, അതായത് എല്ലാ എക്സാമിനകത്തും നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവില്ലേ, എല്ലാ സബ്ജക്റ്റും നിങ്ങൾ ഒരുപാട് പഠിക്കും. പക്ഷേ ചോദ്യം എങ്ങനെ വരും എന്നുള്ളത് പല ആൾക്കാരും അത് ആദ്യം നോക്കില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇനി എങ്ങനെയാണ് പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദ്യവുമായിട്ട് ഇന്നത്തെ ക്ലാസ്സിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ജോഗ്രഫിയിലെ ആദ്യത്തെ പാഠഭാഗം സീസൺസ് ആൻഡ് ടൈം, അല്ലെങ്കിൽ ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന പാഠഭാഗത്തിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാനൊന്ന് വായിക്കാം, ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ. എക്സ്പ്ലെയിൻ ദ ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23 ആൻഡ് ഡിസംബർ 22. അതായത് ചോദ്യം ഇതാണ്: മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22 എന്നീ ദിവസങ്ങളുടെ പ്രാധാന്യം വിശദമാക്കുക. അതായത് അത് ഉദ്ദേശിച്ചത് എന്താണ്? അതിൽ ഇക്വിനോക്സിസ് അല്ലെങ്കിൽ സമരാത്രി ദിനങ്ങൾ, വിഷുവങ്ങൾ അല്ലേ, അതുപോലെ തന്നെ പ്രധാനമായിട്ട് സമ്മർ സോൾസ്റ്റേസ് ഗ്രീഷ്മ അയനാദ ദിനം, അതുപോലെ വിന്റർ സോൾസ്റ്റേസ് അല്ലെങ്കിൽ ശൈത്യ അയനാദ ദിനം, ഇതിനെ 3 കുറിച്ചാണ് ആ ചോദ്യത്തിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങളോട് ഈ പറഞ്ഞ 3 ചോദിക്കില്ല, പകരം ചോദ്യം ഈ രീതിയിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പാഠഭാഗത്തിനകത്ത് വരാൻ സാധ്യതയുള്ള ഏറ്റവും രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടൈം കാൽക്കുലേഷൻ ആണ്. ടൈം കാൽക്കുലേഷനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ തന്നെ നമ്മുടെ ഈ ഒരു ഓപ്പൺ ഔട്ട് ചാനലിനകത്ത് വന്നിട്ടുണ്ട്. അത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങളൊന്ന് നോക്കണം. അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു ചോദ്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ, ഏതും ചോദിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായി എങ്ങനെയാണ് ടൈം കാൽക്കുലേഷൻ അല്ലെങ്കിൽ സമയം നിർണ്ണയം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. അങ്ങനെ 2 ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ജോഗ്രഫി പാഠഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാഠഭാഗം അല്ലേ, മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന് പറയുന്ന പാഠഭാഗം. ആ പാഠഭാഗത്തിനകത്ത് വരാവുന്ന ചോദ്യങ്ങൾ എത്രയാണ്? പ്രധാനമായും 2 ചോദ്യങ്ങളാണ് അതിൽ നിന്ന് വരാവുന്നത്. പ്രധാനമായും 2 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ലിസ്റ്റ് ദ മേജർ പ്രൊജക്ട്സ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ. ഒന്നുകൂടി വായിക്കാം. ലിസ്റ്റ് ദ മേജർ പ്രൊജക്ട്സ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ടു ഡെവലപ്പ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ. ഇന്ത്യയിൽ വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതികൾ പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം. അതായത് ചോദ്യം ഉദ്ദേശിച്ചത് നമ്മുടെ ICDS-ഉം SSC ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള പദ്ധതികളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. വ്യക്തമായി അത് മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ ചോദ്യം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ ചോദ്യം ആരോഗ്യവുമായിട്ട് അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അവിടെ ശ്രദ്ധിക്കൂ. How healthy person can participate in the progress of a country? How a healthy person can be participated in the progress of a country? ആരോഗ്യമുള്ള വ്യക്തികൾ എങ്ങനെയാണ് രാജ്യ പുരോഗതിയിൽ പങ്കാളികളാകുന്നത്? ആരോഗ്യമുള്ള വ്യക്തികൾ എങ്ങനെയാണ് രാജ്യ പുരോഗതിയിൽ പങ്കാളികളാകുന്നത്? ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് രണ്ടാമത്തെ ജോഗ്രഫി ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ നമുക്ക് 4 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു കഴിഞ്ഞു. 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് ജോഗ്രഫിയിലെ 3ാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റിയിലെ ഇന്ത്യ, ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പാഠഭാഗം. ആ പാഠഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യം നമുക്ക് 5ാമത്തെ ചോദ്യമാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് ദി നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ്. സിഗ്നിഫിക്കൻസ് ഓഫ് ദി നോർത്തേൺ മൗണ്ടെയിൻസ് അല്ലേ, ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം. സിഗ്നിഫിക്കൻസ് ഓഫ് ദി നോർത്തേൺ മൗണ്ടെയിൻ, ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം. ടെക്സ്റ്റ് ബുക്കിനകത്ത് കൃത്യമായി നിങ്ങൾക്ക് 5 പോയിന്റ്സുകൾ 6 പോയിന്റ്സുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കണം. അത് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. മുൻപ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. മുൻപ് നടന്നിട്ടുള്ള എക്സാമിനകത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ നോക്കുക. അതിൽ നിന്നെല്ലാം ഈ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിലെ 6ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ലിസ്റ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെനിൻസുലാർ ആൻഡ് ഹിമാലയൻ റിവേഴ്സ്. അതായത് ഹിമാലയൻ നദികളെ അപേക്ഷിച്ച് ഉപദ്വീപീയ നദികൾക്കുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം?
നമുക്ക് ഓൾറെഡി അറിയാം, ഹിമാലയൻ റിവേഴ്സും അറിയാം, പെനിൻസുലർ റിവേഴ്സും അറിയാം. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താ എന്ന് പഠിക്കുക, അതാണ് ആ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 6ാമത്തെ ചോദ്യം കഴിഞ്ഞു. 7ാമതായിട്ട് വരുന്നത് മാപ്പാണ്. പ്രധാനമായിട്ടും മാപ്പ്. ഈ ഒരു മാപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞതിനും മാപ്പ് വന്നിട്ടുണ്ട്, മോഡൽ എക്സാമിനകത്ത് മാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ മാപ്പിനെ കുറിച്ച് ചോദിക്കാം. ആ മാപ്പിനകത്ത് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ചില റിവേഴ്സ് ഉണ്ട്. റിവേഴ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര മെയിനായിട്ട് അറിയണം. കാവേരി, നർമ്മദ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മാൾവ പ്ലാറ്റ്യൂ അറിഞ്ഞിരിക്കണം. അതുപോലെ സത്പുര അറിഞ്ഞിരിക്കണം. ആരവല്ലി റേഞ്ചസ് അറിഞ്ഞിരിക്കണം. അതുപോലെ ഈസ്റ്റേൺ ഗാർഡ്, വെസ്റ്റേൺ ഗാർഡ് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതാണ് മാപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മാപ്പിൽ എവിടെ നിന്നും ചോദ്യം ചോദിക്കാം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. മാപ്പൊക്കെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു 3 ചിത്രങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം മാപ്പ് കഴിഞ്ഞു. ഇനി ഇതോടുകൂടി നമ്മുടെ ജോഗ്രഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞു. അപ്പോൾ ജോഗ്രഫിയിലാകെ 7 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത്. ജോഗ്രഫിയിൽ നിന്നും 7 ചോദ്യങ്ങൾ, ഭൂമിശാസ്ത്രത്തിൽ നിന്നും 7 ചോദ്യങ്ങൾ. ഇനി പറയാൻ പോകുന്നത് ഹിസ്റ്ററി പാഠഭാഗമാണ്. ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട അറിയാം 4 ചാപ്റ്ററുകളാണുള്ളത്. 1ാമത്തെ ചാപ്റ്ററാണ് ഇത് റവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. അതിനകത്തെ ആദ്യമായി ചോദിക്കുന്ന ഒരു ചോദ്യം, ലിസ്റ്റ് ഔട്ട് എനി മെർക്കന്റലിസ്റ്റ് ലോ. ലിസ്റ്റ് ഔട്ട് എനി മെർക്കന്റലിസ്റ്റ് ലോ, അതായത് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. മെർക്കന്റലിസ്റ്റ് നിയമങ്ങളെ കുറിച്ച് ചോദിക്കാം. 5 എണ്ണം ഉണ്ട്. ആ 5 എണ്ണം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. കുറഞ്ഞ പോയിന്റ്സ് അല്ലേ ഉള്ളൂ, അതും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾ അത് പഠിച്ചു വെച്ചാൽ മതി അല്ലേ. ഇനി അടുത്തൊരു നോക്കൂ, 9ാമത്തെ ചോദ്യം, റൈറ്റ് എ നോട്ട് ഓൺ എസ്റ്റേറ്റ്സ് ഇൻ ഫ്രഞ്ച് സൊസൈറ്റി. ഫ്രഞ്ച് സമൂഹത്തിലെ എസ്റ്റേറ്റുകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഫ്രഞ്ച് സമൂഹത്തിലെ എസ്റ്റേറ്റുകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അതും കൃത്യമായി ടെക്സ്റ്റിനകത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പോയിന്റ്സ് ആയിട്ടാണുള്ളത്, ജസ്റ്റ് അതൊന്ന് ഓർത്തു വെക്കുക. ഇനി 10ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ, ഹൗ ഡിഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻഫ്ലുവൻസ് ദ റിഫോംസ് ഓഫ് നെപ്പോളിയൻ. അതായത് നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ചതെങ്ങനെ. നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ചതെങ്ങനെ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഈ നെപ്പോളിയനുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. കൃത്യമായി അത് പഠിച്ചു വെക്കണം. ഓക്കെ, ആ ചോദ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 11ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ടു കമ്പയർ ദ ഫെബ്രുവരി റവല്യൂഷൻ ആൻഡ് ഒക്ടോബർ റവല്യൂഷൻ. ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും തമ്മിൽ താരതമ്യം ചെയ്യുക. അതായത് ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്, ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അത് റഷ്യൻ വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടത് അല്ലേ. അപ്പൊ നിങ്ങളോട് റഷ്യൻ വിപ്ലവം എന്ത് എന്നല്ല നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്, ഈ പറഞ്ഞ ഫെബ്രുവരി റവല്യൂഷനും ഒക്ടോബർ റവല്യൂഷനും താരതമ്യം ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത് അല്ലേ. രണ്ടും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായി അത് എന്ത് എന്നുള്ളത് പഠിച്ചു വെക്കുക. ചെറിയ പോയിന്റ്സ് അതിൽ വരുന്നുള്ളൂ അല്ലേ, അത് കൃത്യമായി പഠിച്ചു വെക്കുക. അതോടുകൂടി നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിൽ കഴിഞ്ഞു. അപ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വെറും 4 ക്വസ്റ്റ്യൻസ് ആണ് വരിക കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട 4 എണ്ണം. 1ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ, 3 റവല്യൂഷനിൽ നിന്ന്, 3 വിപ്ലവത്തിൽ നിന്ന് വെറും 4 ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ചാപ്റ്റർ ആണ് ഹിസ്റ്ററിയിൽ പറയുന്നത് പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലേ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ പ്രധാനപ്പെട്ട ഫോക്കസിങ് ഏരിയയിൽ വരുന്ന എല്ലാ ഭാഗത്തു നിന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ചോദ്യങ്ങൾ വരാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ വ്യക്തമാക്കുക. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ വ്യക്തമാക്കുക. കൃത്യമായി ടെക്സ്റ്റ് ബുക്കിനകത്ത് 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ കൊടുക്കുന്നുണ്ട്. ആ പോയിന്റ് പഠിച്ചാൽ മതി. 5 പോയിന്റ്സ് എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. അതറിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 2ാമത്തെ ചോദ്യമാണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ്. ക്ലാസിഫൈ ദ ബ്യൂറോക്രസി ഇൻ ഇന്ത്യ ആൻഡ് എക്സ്പ്ലെയിൻ. ക്ലാസിഫൈ ദ ബ്യൂറോക്രസി ഇൻ ഇന്ത്യ, എക്സ്പ്ലെയിൻ. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ വിവിധ ഭാഗങ്ങളെ തരം തിരിച്ച് വിശദമാക്കുക. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ വിവിധ ഭാഗങ്ങളെ തരം തിരിച്ച് വിശദമാക്കുക. അത് ഉദ്ദേശിച്ചത് എന്തായിരിക്കും, ഏതൊക്കെയാണ് വരുന്നത്? ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അല്ലേ, ബ്യൂറോക്രസിയിൽ വരുന്നത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ. അതിലെ പ്രധാനപ്പെട്ട ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, ഇത് 3ഉമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ചോദ്യം ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ വിവിധ ഭാഗങ്ങളെ തരംതിരിച്ച് എഴുതുക. ക്ലാസിഫൈ ദ ബ്യൂറോക്രസി ഇൻ ഇന്ത്യ ആൻഡ് എക്സ്പ്ലെയിൻ എന്നുള്ളതായിരിക്കും ചോദിക്കട്ടോ. ചോദ്യം അങ്ങനെയും ചോദിക്കാം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കണം ആ പഠിച്ച ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ചോദ്യം, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ
ഇ ഗവേണൻസ് അതായത് ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇ ഗവേണൻസ് എന്താണ് എന്നുള്ളത്. അതായത് ഇ ഗവേണൻസിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വെറും 3 മാർക്കിനൊക്കെ ചെറിയൊരു ടോപ്പിക്കാണ് അല്ലേ, അതും കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ 3 ചോദ്യങ്ങളാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൊതുഭരണത്തിൽ നിന്ന് വെറും 3 ചോദ്യങ്ങൾ. ഓക്കെ, 3 എണ്ണം. ഇനി അടുത്ത നോക്കൂ, ഏറ്റവും പ്രധാനമായിട്ടുള്ള ചാപ്റ്ററാണ്, നമ്മുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ, കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററാണ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അല്ലെങ്കിൽ സമരവും സ്വാതന്ത്ര്യവും. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിലെ ഒന്നാമത്തെ ചോദ്യം ഇനി പറയാൻ പോകുന്നത് നമുക്ക് 15ാമത്തെ ചോദ്യമാണ് കേട്ടോ. 15ാമത്തെ ചോദ്യമാണ്. 15ലേക്ക് പോവാണ്. What are the regional struggles of Mahatma Gandhi? മഹാത്മാഗാന്ധിയുടെ പ്രാദേശിക സമരങ്ങളേവ. ഈ ഒരു ടോപ്പിക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പ്രാദേശിക സമരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് കാണില്ല. അത് ഉദ്ദേശിച്ചത് പകരം ഈ പ്രാദേശിക സമരങ്ങൾ അല്ലെങ്കിൽ റീജിയണൽ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെൻഷൻ ചെയ്യുന്നത്, അത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തിനെയാണ്? ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ ആദ്യകാല സമരങ്ങളാണ്. മഹാത്മാഗാന്ധിയുടെ ആദ്യകാല സമരങ്ങളെ നമുക്ക് എന്തുകൂടി പറയാം? പ്രാദേശിക സമരങ്ങൾ എന്നോ അല്ലെങ്കിൽ അതിനെ റീജിയണൽ സ്ട്രഗിൾസ് എന്നോ പറയാം. ഏർലി സ്ട്രഗിൾസിനെ തന്നെ റീജിയണൽ സ്ട്രഗിൾസ് എന്നും പറയാം. ചോദ്യം ഈ രീതിയിൽ ചോദിക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 16ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. 16ാമത്തെ ചോദ്യമാണ് how the Indian society respond to Gandhiji's appeal for non-cooperation. How the Indian society responded to Gandhiji's appeal for non-cooperation. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം എങ്ങനെയാണ് സ്വീകരിച്ചത്? അല്ലേ, നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്? അതാണ് 16ാമത്തെ ചോദ്യം അതാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി 17ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. 17ാമത്തെ ചോദ്യം, why Gandhiji selected salt as a powerful weapon against the British? എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് why Gandhiji selected salt as a powerful weapon against the British. ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ ഉപ്പ് ഒരു സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു? കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ പോയിന്റ്സുകൾ കൊടുക്കുന്നുണ്ട്. കൃത്യമായി നിങ്ങൾ അത് പഠിച്ചിരിക്കണം. ഓക്കെ, ഒരു എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസും എസ്സേ ആയിട്ട് വരാം. 6 മാർക്കിനൊക്കെ ചോദിക്കാം. ഇനി അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അല്ലെങ്കിൽ സമരവും സ്വാതന്ത്ര്യത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ റൗലറ്റ് ആക്ട്. റൗലറ്റ് നിയമങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. കഴിഞ്ഞ മോഡൽ എക്സാമിനകത്ത് ഖിലാഫത്ത് മൂവ്മെന്റിനെ കുറിച്ച്, ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ച് ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ റൗലറ്റ് ഓൾറെഡി നിങ്ങൾ ഖിലാഫത്ത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ റൗലറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. റൗലറ്റ് ഈ പ്രാവശ്യം വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ റൗലറ്റ് നിയമങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അതോടുകൂടി നമ്മുടെ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം കഴിഞ്ഞു അല്ലേ. അപ്പോൾ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അല്ലെങ്കിൽ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് ആകെ ചോദിക്കുന്ന ചോദ്യം 4 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ മൊത്തം നമുക്ക് 18 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 18 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. Explain the major features of National Policy on Education 1986. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകതകൾ വിശദമാക്കുക. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകതകൾ വിശദമാക്കുക. അങ്ങനെ ഒരു ചോദ്യം എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമാണ്. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക. നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ലാസ്റ്റ് 20ാമത്തെ ചോദ്യം. 20 ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 20ാമത്തെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. 20ാമത്തെ ചോദ്യം അതിൽ നിന്നാണ് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പഞ്ചശീൽ പ്രിൻസിപ്പിൾ. പഞ്ചശീല തത്വങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുക.
ഇതാണ് ഏറ്റവും അവസാനമായിട്ട് വരുന്ന നമ്മുടെ ചോദ്യം. ഇതോടുകൂടി നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മതി. നമുക്കങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. എല്ലാം ഡയറക്റ്റ് ആയിട്ടാണ് അല്ലേ. കഴിഞ്ഞ വർഷത്തിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളെ ഈ ഒരു അസാധാരണമായ കാലഘട്ടത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കറിയുന്ന രീതിയിലാണ്, പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കങ്ങനെ പ്രത്യാശിക്കാം അല്ലേ, നമുക്കങ്ങനെ കരുതാം. അതേപോലെ തന്നെ ഇത്രയും നേരം ഈ ഒരു ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം നല്ലൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ഓക്കെ, കാണാം.